Rolling. Action. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, റിയാക്ഷൻ വീഡിയോ ആണ്, റീൽസ് റിയാക്ഷൻ വീഡിയോ കേട്ടോ. ഓക്കെ, നോർത്ത് ഇന്ത്യ റീൽസ് റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പം ഇതിപ്പം ഒരു ബന്ധമില്ലാത്ത റിയാക്ഷൻ വീഡിയോ ആണ്. ഒരു ബന്ധമില്ലാത്ത വീഡിയോസിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്തായാലും നമുക്കറിയാം വീഡിയോ ഇട്ടു. അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോ ഇട്ടു പോവാം. ഇത് ബന്ധമില്ലാത്ത വീഡിയോ കേട്ടോ. ഒരു കുഴപ്പം പറ്റുന്ന നമുക്ക് കൺഫ്യൂഷൻ ആയി പോകുന്ന വീഡിയോസാണ്. നമുക്ക് മനസ്സിലാകത്ത പോലത്തില്ല അങ്ങനത്തെ വീഡിയോസാണ്. ഓക്കെ, നോർത്ത് ഇന്ത്യൻ. ഓക്കെ, നോക്കാം ആദ്യത്തെ വീഡിയോ. ഓക്കെ ഓക്കെ, ഒരാൾ വന്നിട്ട് ഒരു പെണ്ണിനെ പൂ കൊടുത്തു. ഓക്കെ ഓക്കെ, അപ്പം അപ്പം ആ പൂ കൊടുത്ത ആളിന് അവൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അവൾ അടിച്ച്. ഓക്കെ, എന്നിട്ട് അവൾക്ക് വിഷമായി. എന്നിട്ട് ആദ്യം പൂ കൊടുത്ത ആള് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഓക്കെ, അങ്ങനെ ആ ആള് അവളെ റെസിറ്റ് ചെയ്യുന്ന ആള് ആ പെണ്ണിനെ മോഡേണാക്കി. അപ്പം എന്നിട്ട് ഈ പെണ്ണിന് കൈയില്ല കേട്ടോ. അവൾക്ക് ആ കുട്ടിക്ക് കൈയില്ല. ഓക്കെ, എന്നിട്ട് അപ്പോഴത്തേക്ക് നേരത്തെ അവൾ പൂ കൊടുത്ത ആളിന് അവൾ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ന്യൂജിനെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോഴത്തേക്കും പക്ഷെ അവൾക്ക് ഇവനോടാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അവളെ സഹായിച്ചോണ്ട്. എന്നിട്ട് അവനടുത്ത് കണ്ണടയ്ക്കാൻ പറയണം. എന്നിട്ട് അയ്യേ, അതെന്താ രസത്. ഒറ്റയടിക്ക് ഓപ്പറേഷനെ കൈയൊക്കെ കൊണ്ടുവന്ന ഒറ്റയടിക്ക് കൈയൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൈ കൊണ്ടാണെന്ന് തോന്നുന്നു. എന്താ രസം. എന്തോ ഒറ്റയടിക്ക് കൈ കൊണ്ടുവന്ന അത് ഇത്ര അഭിനയിച്ചാണ്. അപ്പം കയ്യിലൊന്നും അയ്യേ, എന്താണ് അയ്യേ. എന്തായാലും ആദ്യത്തെ വീഡിയോ ഇങ്ങനെ. അപ്പൊ അടുത്ത വീഡിയോ എന്തായാവുന്നു. എന്നാ നമുക്ക് അടുത്ത വീഡിയോ കിട്ടുമോ. ഓക്കെ, ഓക്കെ, ഒരാളിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒളിച്ച് നിന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ല അത് അവിടെ നിന്ന ആള് അവരുടെ ആരോ ആണ് കേട്ടോ. അനിത്യോ അവരുടെ ആരോ ആണെന്ന് തോന്നുന്നു. അറിയത്തില്ല. ഓക്കെ, എന്നിട്ട് ഫോട്ടോ എടുക്കുമെന്ന് വെച്ച് കണ്ണാടി വെച്ചോണ്ട് ഫോട്ടോ എടുക്കുമെന്ന് വെച്ച് അയ്യോ, എന്താണെന്ന് വെച്ചാ അയ്യേ, ഇതൊരു പണ്ടത്തെ സിനിമയിലൊക്കെ ഇല്ലേ, ഇവിടെ ഒരു ഉണ്ണി വെച്ചിട്ട് പണ്ട് സിനിമയിൽ നടന്നവരില്ലേ, അതേപോലെയാണ് ഈ കണ്ണാടി വെച്ചിട്ട് ഇതൊരു കണ്ണാടി വെച്ചപ്പോ അവർക്ക് ഒട്ടും മനസ്സിലായില്ല. ഇതേ പൊന്നെ ഒട്ടും മനസ്സിലായില്ല കേട്ടോ. കണ്ണോടി ഒരു അയ്യോ ഇതെന്റെ അവന്റെ ആളെന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നു. എന്തായാലും ഇതില് കമന്റിട്ട ആള് കറക്റ്റ് കേട്ടോ. ഈ ട്രിക്ക് നേരത്തെ ഈ ഒളിച്ചളിക്ക് കണ്ണ് ഒളിച്ചളിക്ക് സാറ്റളിക്ക് കണ്ണാടി വെച്ചോണ്ട് പോവായിരുന്നു. അത് കറക്റ്റായിരുന്നു. പണ്ടത്തെ സിനിമയിലുള്ളല്ലേ ഉണ്ണി വെച്ചിട്ട്. ഈ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ പലരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ബാബുവല്ല, CID ഓഫീസർ AK നായർ. എന്തായാലും അടുത്ത വീഡിയോ കേട്ടോ. ഇതില് പ്രശ്നം വെച്ചാൽ നോർത്ത് ഇന്ത്യൻ പ്രശ്നം എന്ന് വെച്ചാല്
കുറച്ച് മാസം കാണിക്കുക, എന്തെങ്കിലും കാട്ടുകൂട്ടുക, എന്നിട്ട് കുറച്ച് മാസം കാണിക്കുക. ഇത്ര ഉള്ളു നോർത്ത് ഇന്ത്യൻ വീഡിയോസ്. നമുക്കൊന്നും മനസ്സിലാകത്തില്ല, വെറുതെ ഒരു മാസം മാത്രം കാണിച്ചാൽ മതി. അതാണ് ഈ നോർത്ത് ഇന്ത്യൻ വീഡിയോസ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോസ് പോകാം. അടുത്ത വീഡിയോ ഇട്ട് പോകാം. ഓക്കെ, രണ്ടുപേരിങ്ങനെ നടന്നവരാണ്. ഓ ഷോ 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 ഇറക്കാൻ നോക്കിയാണ്. അപ്പൊ വഴിയിലൊരു ജിമ്മിനെ കണ്ടപ്പോ ഷോ ഇറക്കാൻ നോക്കിയാണ്. അപ്പോഴത്തേക്ക് അവർക്ക് അയാൾ ഇഷ്ടപ്പെട്ട്, എന്നിട്ട് മറ്റേ തേച്ചിട്ട് പോയി. എന്റെ മോനെ മാസം അടിപൊളി മാസം, എന്റെ മോനെ. അപ്പോഴത്തേക്ക് അവന്റെ ഡ്രസ്സ് കൂടി കാണിച്ചു. എനിക്ക് അതിനെക്കാട്ടും മസിലുണ്ടെന്ന് മാസം കാണിച്ചു. എന്റെ സീൻ അടിപൊളി. ഇതിലെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കുറച്ച് മസിലുണ്ടായാൽ എല്ലാരും നമ്മളെ ഇഷ്ടപ്പെട്ട് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് കേസ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് നോർത്ത് ഇന്ത്യൻ റീൽസിൽ മാസ് കാണിക്കുക, അതാണ് മെയിൻ സാധനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കുക. ഓക്കെ, ഓക്കെ, ഒരാളിങ്ങനെ നടന്ന്, ഒരാള് അത് ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു. അപ്പം അയാളുടെ തൊണ്ടയ്ക്ക് എന്തോ പറ്റി. അപ്പം വെള്ളം കൊടുത്തു ഭാര്യ. അപ്പത്തേക്കും ഒരാള് കൈ പിടിച്ചു. നിനക്ക് ഈ റീൽ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായെങ്കിൽ താഴെ കമന്റ് ചെയ്യണം പ്ലീസ്. എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എന്താ സംഭവിച്ച? ഒരു വെള്ളം കൊടുത്തു, എന്നിട്ട് അതിനുശേഷം അതിനുശേഷം ഒരാളത് കൈ പിടിച്ചോണ്ട് പോയിട്ട് അപ്പോഴത്തേക്കും മറ്റൊരാൾ വന്നിട്ട് നീ അങ്ങോട്ട് പോടി എന്നും പറഞ്ഞിട്ട് വായ കിടന്ന വെള്ളത്തിന് തുപ്പിയിട്ട് നീ അങ്ങോട്ട് പോടി എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് മാസമായിട്ട് നടക്കുന്നു. അതെന്താണ് ഉദ്ദേശിച്ചത്? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം പ്ലീസ്. ഓക്കെ, എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലോട്ടാകും. അടുത്ത വീഡിയോ കിട്ടുമോ? ഓക്കെ, ഒരു കണ്ണാണാത്ത ഒരാള്. ഓക്കെ, ചക്കരേ ചക്കരേ മെല്ലമായി ചെല്ലമായി കുഞ്ചതേ മൗനമേ സ്നേഹമോ. എന്താണ്? ഒരു കണ്ണാണാത്ത ആളായിരുന്നു, എന്നിട്ട് അതിനുശേഷം കണ്ണാണാത്ത ആളെ പോലെ അവർ അഭിനയിച്ച്, അതിനുശേഷം വേറൊരാളെ വന്നപ്പോ അവരുടെ കൂടെ പോകാണ്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ അടിച്ചിട്ട് പോയി, എന്നിട്ട് മാസം കാണിക്കുന്നു. അതെന്താണ് ഉദ്ദേശിച്ചത്? ഇതില് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം തൊട്ടേ പറയണേ, ഇതില് മെയിൻ ആയിട്ടുള്ള കാര്യം മാസം കാണിക്കുക, അത്ര ഉള്ളു ഇതിലുള്ളത്. നടന്ന് പോണണ്ടില്ലേ? അടുത്ത നോക്കാം. എന്താണ്? ഒരാള് തള്ളി, പക്ഷെ അയാളെല്ലാം കൂടെ തള്ളി. അയാളല്ലേ ആ ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് ആളല്ലേ അങ്ങോട്ട് തള്ളിയത്. എന്നിട്ട് റെഡ് ഡ്രസ് ഇട്ടിട്ട് ആൾ ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് ആള് അടിച്ച്. എന്താ? എന്നിട്ട് വേറൊരാൾ മാസ്ക് ഇട്ടൊരാൾ വന്നിട്ട് അടിച്ചില്ല. ഓയ്യോ അങ്ങനെ ഫൈറ്റ് അടിച്ചപ്പോഴത്തേക്കും ആ പെണ്ണ് അവനെ ഇഷ്ടപ്പെട്ടു. കണ്ടോ? അയ്യോ അവന് ഇത് നേരത്തെ വന്ന ആളല്ലേ ഇത്? നേരത്തെ മാസം അടിച്ചിട്ട് പോയ അതേ ആളെന്ന് വീണ്ടും വന്നു മാസം അടി. അപ്പം ഞാൻ പറഞ്ഞത് ആ മാസ്ക് ഇട്ട ആൾ ഫൈറ്റ് കാണിച്ചുകൊണ്ട് മറ്റേ പെണ്ണിന് അയാളെ ഇഷ്ടപ്പെട്ടു, മാസ്ക് ഇട്ട ആളിന്. എന്നിട്ട്
ഈ എന്താണത്? അല്ല അല്ല, ഒരു കാര്യമുണ്ട്. മറ്റേ ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന് എന്താണ് ആ മാസ്ക് ഇട്ട ആളെ വന്നിട്ട് അടിച്ചെന്തിനാണ്? അതെന്തിനാണ് അടിച്ചത്? എന്താണിത്? എന്തായാലും അടുത്ത വീഡിയോ കിട്ടുക. ഓക്കെ. ഓ, വീട് 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 ഇപ്പൊ 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 വല്ലതും മനസ്സിലായി കണ്ടിട്ട്? എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഒരാള് തള്ളി, ഒരു പെണ്ണിനെ വേറൊരു പെണ്ണ് തള്ളി. ഓക്കെ, വേറൊരു കുട്ടി തള്ളി. എന്നിട്ട് അതിനുശേഷം അവളിങ്ങനെ അഭിനയിച്ച്, എന്നിട്ട് ലാസ്റ്റ് ഒരാൾ വന്നിട്ട് ഒരാളിങ്ങനെ നന്നപ്പോഴാണ് അവൻ വന്ന് ആ കുട്ടി ഒന്ന് വീണു. അതിനുശേഷം ആളിങ്ങനെ ഇതാക്കി. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യണം പ്ലീസ്, എന്തെങ്കിലുമൊക്കെ. ഓക്കെ, അടുത്ത വീഡിയോ. ഓ ഓക്കെ. അപ്പൊ ഒരു പെണ്ണെന്നിട്ട് പറയണം എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൂവുന്നില്ലല്ലോ, പൂ പിടിക്കുമ്പോഴാണ് ഇങ്ങനെ കാണിച്ചു, എന്നിട്ട് പൂവുന്നില്ലല്ലോ. അതെന്നിട്ട് കാണട്ടെ നോക്കിട്ട് പൂവുണ്ടോ? പൂവൊന്നുമില്ലല്ലോ കയ്യിൽ. അപ്പം എന്തായാലും ഒരു പെണ്ണ് എന്നിട്ട് പറയണം എനിക്ക് നിന്നെ ഇഷ്ടം. അപ്പം ആണ് പറയണം എനിക്ക് വേറെ ആളിന് ഇഷ്ടമാണ്, സൈഡിൽ നിൽക്കുന്നത് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പറയണം. അങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ. അതെന്താണ്? അതെന്താണ്? ഒരാ എന്താണിത്? അതെങ്ങനെ? അല്ല, ആദ്യം ഒരു പെണ്ണെന്ന് ഇതാക്കി ആണ്. ഓക്കെ, അതിനുശേഷം ആണ് പറഞ്ഞ് എനിക്ക് വേറെ ആളായിട്ട് ഇതുണ്ട്. അതിനുശേഷം ആ പെണ്ണെന്ത് അവരയച്ചതാകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാക്കി. എന്നിട്ട് കൈ ഒട്ടിപ്പത്തി രണ്ട് ആർമി ഓഫീസറാണത്. രണ്ടുപേരും വന്നു. എന്നിട്ട് അവർ മാസ്റ്ററിനാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് ഇതിൽ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. അതാണ് നോർത്ത് ഇന്ത്യൻകാർ എന്തിനാണ് ഇങ്ങനത്തെ ഇറങ്ങിയത് എന്തിനാണ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അടുത്ത് നോക്കാം. ഓക്കെ, എന്തോ ഒന്നും കൂടെ നോക്കട്ടെ, ഒന്നും ഞാൻ കണ്ടില്ല. ഒന്നും കൂടെ നോക്കട്ടെ. ഓ ഓക്കെ, ഒരു പെണ്ണ് വന്നിട്ട് പണം അറിയാണ്. ഓക്കെ, പണം അറിയാണ് ഒരാളുടെ അടുത്ത്. ഒരു കടയിൽ കയറി വന്നിട്ട് പണം ഇങ്ങോട്ട് അറിയാണ്. ഓക്കെ. ഓ, എനിക്ക് തോന്നുന്നു ആ പെണ്ണ് പണം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും പണം അറിഞ്ഞു. ഓക്കെ. അതെന്തിനാ അങ്ങനെ ചെയ്ത? എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടെ നോക്കട്ടെ, ഒരു പ്രാവശ്യം കൂടെ. ഓക്കെ. അല്ല, ഇയാളെന്തിനാ ആ പുള്ളിയെ കടയിട്ട് പൂട്ടിയത്? ഇങ്ങനെ കടയിട്ട് പൂട്ടി ഒരു സാധനം വാങ്ങിക്കൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കടയിട്ട് പൂട്ടിയത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ആ പെണ്ണെന്താ പറഞ്ഞ? അതുപോലെ നിങ്ങൾ കേട്ടായിരുന്നു? അതെന്തിനാ പൂട്ടിയത്? അതെന്തിനാ പൂട്ടിയത്? ആ പെണ്ണെന്താ അതിനകത്തിട്ട് പൂട്ടിയത്? ആ കട നിങ്ങക്ക് കട നടത്തണ്ടേ നിങ്ങക്ക്? എന്താണത്? ഇനി അടുത്ത നോക്കാം കേട്ടോ. തീർന്നിട്ടുണ്ട്. ഇത്രയും മതി ഗൈസ്, ഇത്രയും മതി. അപ്പം ഇതോടെ തീർന്നു. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇന്ന് കണ്ടേല്
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എന്തായാലും കമന്റ് ചെയ്തേ. അപ്പം എനിക്ക് ഒരു വീഡിയോ പോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിൽ ഏറ്റവും കോമൺ സിനിമ പണ്ടത്തെ സിനിമയിലൊക്കെ പോലെ ഉണ്ണിയൊക്കെ വെച്ചിട്ടില്ലേ? പണ്ടത്തെ സിനിമയിൽ മനസ്സിലാൻ പറ്റിക്കണം ഇങ്ങനെ ഉണ്ണിയെ വെച്ചിട്ട് ഒരു കണ്ണാടി വെച്ചത് അതിന് പകരം ഉണ്ണിക്ക് പകരം കണ്ണാടി വെച്ച് ഇത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും കോമൺ ആയിരുന്നു. കാരണം അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതില് മിക്ക വീഡിയോസും ഒന്നും ഇതാകുന്നില്ല, കുറച്ച് മാസ്ക് കാണിക്കുക അത്രേ ഉള്ളൂ സാധനം. അപ്പം അതില് മറ്റേ മാസ്ക് വെച്ച് വന്ന ചേട്ടനില്ലേ, ആ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ഇപ്പൊ ചിരി വന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ വീഡിയോ വീണ്ടും